2012 മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ടൈപ്പ്സ്ക്രിപ്റ്റ്. ടൈപ്പ്സ്ക്രിപ്റ്റ് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിന്റെ ഒരു സൂപ്പർ സെറ്റ് ആയിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിലേക്ക് ഓപ്ഷണൽ സ്റ്റാറ്റിക് ടൈപ്പിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജ് അവർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വാനില JS യൂസ് ചെയ്യാതെ ടൈപ്പ്സ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണും, ഞാൻ index.js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാനൊരു ഫംഗ്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ get salary with bonus. ഈ സാലറി വിത്ത് ബോണസ് 2 ആർഗ്യുമെന്റ്സ് ആണ് എടുക്കുക. അതായത് ആദ്യം സാലറി എമൗണ്ട്, പിന്നെ ബോണസ് എമൗണ്ട്. എന്നിട്ട് സിമ്പിൾ ആയിട്ട് അത് സാലറി പ്ലസ് ബോണസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യാൻ പോയുള്ളൂ. അത് നമ്മൾ കമ്പനിയുടെ ഒരു വർക്കിംഗ് ഇങ്ങനെയാണ്. എംപ്ലോയീസിന് സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നോർമൽ സാലറി പിന്നെ ബോണസും ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷനാണ് അവിടെ റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാൻ പോകണം. ഗെറ്റ് സാലറി വിത്ത് ബോണസ്. അതിലേക്ക് ഞാനൊരു 10,000 പിന്നെ ഒരു ബോണസ് ആയിട്ട് ഒരു 1,000 പാസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കൺസോൾ ലോഗിലാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഫയൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നോട്ട് index.js. അപ്പം നിങ്ങൾ കാണും ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 11,000 ആണ്. ഇത് നോർമൽ സെനാരിയോയിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി ഇതേ ഫംഗ്ഷൻ നമ്മൾ ഒരു തവണ കൂടി കോൾ ചെയ്യാണ്. console.log get salary with bonus. എന്നിട്ട് ഇതിലേക്ക് ഒരു 10,000 പിന്നെ നമ്മൾ സ്ട്രിംഗ് ഫോമിൽ ഒരു 1,000 പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കോൾ ചെയ്യാം. നോട്ട് index.js. അപ്പോൾ നിങ്ങൾ കാണാം ആദ്യത്തെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത് 11,000, പിന്നത്തെ റിട്ടേൺ ചെയ്തത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അതായത് ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മളെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് കറക്റ്റായി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എറേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാം. അതായത് ഈ 10,000 ശേഷം ഈ പാസ് ചെയ്ത 1,000 ഓൾവേസ് ഒരു നമ്പർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് റൺ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് ടൈപ്പ്സ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യാം ടൈപ്പ്സ്ക്രിപ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, npm install -g TypeScript എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി -v എന്നടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ TypeScript ഇൻസ്റ്റാൾ ആയ വേർഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ 5.1.6 ആണ് കറൻറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇനി TypeScript ഉപയോഗിച്ചിട്ട് ഞാനൊരു ചെറിയൊരു ഫയൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എൻ്റെ index.js എന്ന ഫയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം സിമ്പിളായിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ index.ts അതായത് ഒരു TypeScript ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അതേ ഗെറ്റ് സാലറി വിത്ത് ബോണസ് നമുക്ക് TypeScript ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് TypeScripറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ, അതായത് ടൈപ്ഡ് അനോട്ടേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് നിങ്ങൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ആർഗ്യുമെൻ്റ് ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ആർഗ്യുമെൻ്റ് ആണോ പാസ് ചെയ്യുന്നത് അതിനൊരു സ്പെസിഫിക് ടൈപ്പ് നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതേ ഗെറ്റ് സാലറി വിത്ത് ബോണസ് ഫംഗ്ഷൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണാം, ഞാനിവിടെ കോൺസ്റ്റ് ഗെറ്റ് സാലറി വിത്ത് ബോണസ് ഇത് ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം സാലറി, പിന്നെ നമുക്ക് വേണ്ടി എന്താണ് ബോണസ്. എന്നിട്ട് സിമ്പിൾ എന്താണ് ചെയ്യുക, ഇത് റിട്ടേൺ സാലറി പ്ലസ് ബോണസ്. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത് അതേമാതിരിയാണ് ഇതിലും തന്നെ നമ്മൾ എഴുതിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് TypeScript യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഈ സാലറി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മെൻഷൻ ചെയ്യാം. സാലറി ഓൾവേസ് ഒരു നമ്പർ ആയിരിക്കണം, അതുപോലെ തന്നെ ബോണസും ഓൾവേസ് ഒരു നമ്പർ ആയിരിക്കണം. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ആദ്യം നമുക്ക് നോർമൽ വേയിൽ കോൾ ചെയ്യാം. ഗെറ്റ് സാലറി വിത്ത് ബോണസ്, അതിലേക്ക് 10,000 പിന്നെ ഒരു 1,000 ബോണസും പാസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് TS എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ആദ്യം ഇത് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിലേക്ക് കമ്പൈൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് TSC index.ts. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാം നമ്മൾ എഴുതിയ ഫംഗ്ഷന് ജാവാസ്ക്രിപ്റ്റിലൂടെ കൺവേർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയ അതേ ഫംഗ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി index.ts പോകാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൺ ചെയ്ത് നോക്കാം. ആദ്യം നോട്ട് index.js. അപ്പോൾ നിങ്ങൾ കാണാം നമ്മൾ വാല്യൂ കിട്ടുന്നത് 11,000 ആണ്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി, അതായത് ബോണസിൻ്റെ സമയത്ത് നമുക്കൊരു സ്ട്രിങ് പാസ് ചെയ്ത് നോക്കാം. console.log get salary with bonus. ഇതിലേക്ക് ആദ്യം ഞാൻ 10,000 പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്ട്രിങ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കാണാം
when you are passing a string, it's always saying argument of type string is not assignable to parameter of type number. ഇതാണ് ടൈപ്പ്സ്ക്രിപ്റ്റിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഈ ഒറ്റ റീസൺ കൊണ്ടാണ് ആക്ച്വലി മൈക്രോസോഫ്റ്റ് ടൈപ്പ്സ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജ് അവർ ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മൾ കോഡ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, വലിയൊരു കോഡ് ബേസ് ഒക്കെ ഹ്യൂജ് കോഡ് ബേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇറേഴ്സ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി അത് റൺ ടൈമിൽ ഇറേഴ്സ് ഒഴിവാക്കാൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടൈപ്പ്സ്ക്രിപ്റ്റിന് മെയിനായ ടൈപ്പ് അനോട്ടേഷൻ. ഈ ടൈപ്പ് അനോട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കാണിച്ചു തരാം. അത് നിങ്ങൾ വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതായത് കോൺസ്റ്റ് നെയിം എന്നൊരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നെയിം ഒരു സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ് നമുക്ക് കൊടുക്കാം, എന്നിട്ട് നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നമ്പർ കോൺസ്റ്റ് മാർക്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ. അപ്പോൾ ഇതിൻ്റെ മാർക്സ് ഓൾവേസ് ഒരു നമ്പർ ആയിരിക്കും. എന്നിട്ട് നമുക്ക് നമ്പേഴ്സും സംതിങ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ബൂളിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് നമുക്ക് കോൺസ്റ്റ് ഈസ് ഡെവലപ്പർ എന്ന് കൊടുക്കാം, എന്നിട്ട് ട്രൂ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ട്രൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈസ് ഡെവലപ്പർ ഓൾവേസ് ഒരു ബൂളിയൻ വാല്യൂ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ടൈപ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ്, നമ്പർ, ബൂളിയൻ ഇതൊക്കെ നമുക്ക് എങ്ങനെ അനോട്ടേറ്റ് ചെയ്ത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഒരു വേരിയബിളിൽ കറക്റ്റ് ചിലപ്പോൾ സ്ട്രിങ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്പർ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കേസിലും ടൈപ്പ്സ്ക്രിപ്റ്റ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, ലെറ്റ് കറന്റ് ഇയർ. എന്നിട്ട് സംടൈംസ് ഈ വേരിയബിൾ ചിലപ്പോൾ സ്ട്രിങ്ങിലായിരിക്കും വരുന്നത്, സംടൈംസ് ഈ വേരിയബിൾ നമ്പറിലായിരിക്കും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇൻ കറണ്ട് ഇയറിന് എനി എന്ന് കൊടുക്കാം, എന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് 2023 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2023 കറണ്ട് ഇയർ 2023 ഒരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്താലും ഇതൊരു കറക്റ്റ് വേരിയബിൾ ആയിരിക്കും. ഇനി ഫംഗ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു ആർഗ്യുമെന്റ്സിൽ കറക്റ്റ് ടൈപ്സ് നമ്മൾ മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ ഫംഗ്ഷനിൽ റിട്ടേൺ ടൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കാണ് ഗെറ്റ് സാലറി വിത്ത് ബോണസ് എന്ന ഫംഗ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്പർ എന്ന് കൊടുക്കാം. അതായത് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റിലെ ബേസിക് ടൈപ്പിംഗ് അനോട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി സംടൈംസ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് നമുക്ക് ടൈപ്സ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ്ങോ നമ്പറോ ബൂളിയൻസ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റിന്റെ ഇന്റർഫേസസ് അല്ലെങ്കിൽ ടൈപ്സ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇന്റർഫേസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർഫേസ് എന്ന കീവേഡ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇന്റർഫേസ് യൂസർ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം യൂസറിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ആഡ് ചെയ്യാം. യൂസറിന് ഒരു നെയിം ഉണ്ടായിരിക്കും, നെയിമിന് നമുക്ക് സ്ട്രിങ് കൊടുക്കാം, സ്ട്രിങ് ആണ് അതിന്റെ ടൈപ്പ്. അതുപോലെ തന്നെ യൂസറിന് ഒരു ഏജ് ഉണ്ടായിരിക്കും, ഏജ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂസറിന്റെ ഇന്റർഫേസിൽ കൊടുക്കുന്നത്. ഇനി ക്രിയേറ്റ് ചെയ്ത യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് യൂസർ 1 എന്നിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂസർ 1 നമ്മൾ ടൈപ്പ് എന്താണ് കൊടുക്കുന്നത്, യൂസർ എന്ന ഇന്റർഫേസ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെയിം കൊടുക്കാം ആദ്യം ജോൺ, അതുപോലെ തന്നെ ഏജും പാസ് ചെയ്ത് കൊടുക്കാം, ഏജ് 20. അപ്പോൾ നിങ്ങൾ കാണും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒബ്ജക്ട്സും ഈ ഇന്റർഫേസ് അല്ലെങ്കിൽ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മോർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ നിങ്ങൾ കാണിച്ചു തരും. അതിനുവേണ്ടി ഞാനൊരു പുതിയ ഇന്റർഫേസ് ക്രിയേറ്റ് ആണ്. ഇന്റർഫേസ് ഡെവലപ്പർ എക്സ്റ്റെൻഡ്സ് യൂസർ. എന്നിട്ട് ഡെവലപ്പറിന്റെ പ്രോപ്പർട്ടി നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ലെറ്റ്സ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതൊരു സ്ട്രിങ് ആയിരിക്കാം. ഇനി ഡെവലപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു അടുത്ത ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണും ലെറ്റ് യൂസർ 2, എന്നിട്ട് യൂസർ 2ന് നമുക്ക് ടൈപ്പ് കൊടുക്കാം ഡെവലപ്പർ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡെവലപ്പറിന്റെ പ്രോപ്പർട്ടി ആദ്യം ആക്സസ് ചെയ്യാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നു TypeScript, അതൊരു സ്ട്രിങ് ആണ്. അതിനുശേഷം നമുക്ക് യൂസറിന്റെ പ്രോപ്പർട്ടിയും ഇവിടെ ആക്സസ് ചെയ്യാം. അതായത് നെയിം കൊടുക്കാം ജോൺ, അതുപോലെ തന്നെ ഏജ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇന്റർഫേസ് ചെയ്ത് ഒരു പ്രോപ്പർ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്ഷണൽ പ്രോപ്പർട്ടി കൂടി ആഡ് ചെയ്യും. അതായത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് യൂസർ എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു മണ്ടേറ്ററി അല്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെവലപ്പർ എന്നതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിംഗ് ലെസണിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസർ 3, എന്നിട്ട് അവിടെ നെയിമും ഏജും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒബ്ജക്റ്റ് ഇപ്പോഴും വാലിഡ് ആണ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എന്താ കൊടുത്തത്, ഓപ്ഷണൽ ആയിട്ടാണ് കൊടുത്തത്. നമുക്കിവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആഡ് ചെയ്യാം, നിർബന്ധമില്ല. അതായത് ആദ്യം നമുക്ക് യൂസർ 3ന് ഒരു ഡെവലപ്പർ എന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെന്നുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷെ നിർബന്ധമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയിമും ഏജും ഒക്കെ ഓപ്ഷണലാക്കി മാറ്റാം. ഇനി ഇന്റർഫേസ് പോലെ തന്നെ കസ്റ്റം ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് എന്ന കീവേഡ് കൂടി യൂസ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ടൈപ്പ് എന്ന കീവേഡ് യൂസ് ചെയ്യാം, എന്നിട്ട് കസ്റ്റം യൂസർ. ഇവിടെ യൂസറിന് ഒരു യൂസർ നെയിം ഉണ്ടാവും. ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം, ഒരു സ്ട്രിങ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഏജ് നമ്പർ.
ഈ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് യൂസ് ചെയ്തിട്ടും കസ്റ്റം ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഈ കസ്റ്റം യൂസർ യൂസ് ചെയ്തിട്ട് ലെറ്റ് യൂസർ ഫോർ അതിന് ടൈപ്പ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റം യൂസറാണ്. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് യൂസർ നെയിമാണ് ജോൺ, അതുപോലെ തന്നെ ഏജും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം, ഏജ് 20. അപ്പോൾ ഇവിടെ തന്നെ ഇൻ്റർഫേസ് നമ്മൾ ഓപ്ഷണൽ ചെയ്ത പോലെ ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് കറക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അതായത് ഏജ് എൻ്റർ ചെയ്തില്ല എന്നുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റ് ലാംഗ്വേജിൻ്റെ ബേസിനെ കുറിച്ചും അതുപോലെ തന്നെ ടൈപ്പ്സ്ക്രിപ്റ്റ് ലാംഗ്വേജിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് അതായത് ടൈപ്പ് അനോട്ടേഷൻസ്, ഇൻ്റർഫേസസ്, ടൈപ്സ്, കസ്റ്റം ടൈപ്സ് ക്രിയേഷൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ നമ്മൾ സംസാരിച്ചു. അതുപോലെ നമ്മൾ എക്സാമ്പിൾസ് ഡെമോൺസ്ട്രേറ്റും കാണിച്ചതും. ഇനി അടുത്ത വീഡിയോസ് നമ്മൾ ഈ ടൈപ്പ്സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെ പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ tsconfig.json എന്ന ഫയൽ വെച്ചിട്ട് ടൈപ്പ്സ്ക്രിപ്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടും തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.